ഇപ്പൊ പറയാൻ പറ്റില്ല. യദുവിന്റെ നിന്റെയും ബന്ധത്തിനിടയിൽ സാറൊരു വില്ലനായിട്ടും വരാം. എന്റെ അന്നെ നീ ഒന്ന് വെറുതെ ആയിരുന്നേ. അവൾക്ക് പ്രാന്താ. നീ തമാശ പറയുന്ന പോലെ അവള് സീരിയസ് ആയിട്ട് എടുക്കും. അല്ല ജാനു, എന്താണ് ഭാവി പ്ലാൻ? എന്ത് പ്ലാൻ? അല്ല, ഇനിയിപ്പം ഫൈനൽ ഇയർ എക്സാംസ് ഒക്കെ അടുത്ത് തുടങ്ങി. അതിന്റെ പിന്നാലെ സ്റ്റഡി ലീവ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫെയർവെല്ലായി, നമ്മള് പോവാറായി. അപ്പോഴും നിന്നെ ഏതുപോലെ കാര്യത്തിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് കാണും. എന്റെ കയ്യില് ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. എന്തിനുള്ള ഐഡിയ? എടി, നിന്റെ സ്നേഹം യദുവിനോട് തുറന്നു പറയാനുള്ള ഐഡിയ. ഓ, അതൊന്നും നടക്കില്ലടി. എടി പൊട്ടി, അവള് പറഞ്ഞ കാര്യം ഒന്ന് ആലോചിക്കാന്നാ. അല്ലെങ്കിൽ തന്നെ നീ എപ്പോഴാ നിന്റെ സ്നേഹം തുറന്നു പറഞ്ഞേക്കുന്നേ? ഏത് വർഷങ്ങൾക്ക് മുന്നേ? നീ 10ാം ക്ലാസ് പഠിക്കുമ്പോഴോ? അത് പോടി അവിടുന്ന്. അന്ന് രണ്ടിനും ബോധം ബുദ്ധിയില്ലാത്ത സമയം. അതിപ്പോഴും കണക്കാണ്. ഇത് രണ്ടും കൂടി വെച്ചാന്നുണ്ടല്ലോ. നീ ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. എന്തായാലും ഇപ്പം സ്റ്റഡി ലീവ് ഒക്കെ വരും. ഫൈനൽ ഇയർ എക്സാം ആണ് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫെയർവെൽ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമ്മളെ പിള്ളേര് മാത്രം. അന്നത്തെ ദിവസം നീ അവനോട് നിന്റെ ഇഷ്ടം തുറന്നാറേ. അത് വേണോ? ഇപ്പം വലിയ കലാപല്ലാതെ പോകുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അവൻ എന്നോട് മിണ്ടുന്നെങ്കിലും ഉണ്ട്. ഇനിയിപ്പൊ ഇതെങ്ങാനും പറഞ്ഞ വീണ്ടും പഴയതുപോലെ. എടി, പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നേ? എപ്പോഴും ഇതുപോലെ തന്നെ അവന്റെ പിന്നാലെ അവനെ മാത്രം മനസ്സിൽ വെച്ച് നടക്കാനാ? എടി, ഒന്നിലും നിനക്കൊരു ജീവിതം ഉള്ളതല്ലേ. ഇതിനകത്തൊരു തീരുമാനമാക്കുന്ന നല്ലതും എന്റെ അഭിപ്രായത്തിൽ. അങ്ങനെ ആ യുദ്ധം കഴിഞ്ഞു കിട്ടി സമാധാനം. എന്റെ പൊന്നു കൃഷ്ണ, ഗുരുവായൂരപ്പ, ഞങ്ങളെ 3 എങ്ങനെങ്കിലൊക്കെ ഒന്ന് പാസ്സാക്കി തരണേ. ഇനി പരീക്ഷ ഞങ്ങൾ 2ാമത്തെ എഴുതിപ്പിക്കല്ല കേട്ടോ. പൊന്നു കൃഷ്ണ, നീ രക്ഷ. എന്റെ ജാനു, നീ എന്തിനാ ഇങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നേ? അല്ലെങ്കിൽ തന്നെ നമുക്ക് വിധിച്ചതേ കിട്ടുള്ളൂ. ഇനിയിപ്പോ തോക്കാനാ വിധിയെന്ന് വെച്ചാൽ തോക്കും, 2ാമത്തെ പരീക്ഷ എഴുതും. അതിലിപ്പോ എന്തൊരു പുതുമ? പോണം ചെല്ലേ, എന്തെങ്കിലും സംസാരിക്ക. ഞാൻ എന്ത് സംസാരിക്കാനാ? എടി, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്ക്. പാർട്ടിക്ക് വരുമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്ക്. ചെല്ല എടി, എടി ചെല്ലടി. ഏതോ നിങ്ങൾ സംസാരിക്ക. ഞങ്ങൾ അങ്ങോട്ട് മാറിനേക്കാം, വെയിറ്റ് ചെയ്തേക്കാം. നീ വന്നാ മതി. അവരെന്താ അങ്ങോട്ട് പോയേ? അതവര് അല്ല, നീ ഇന്ന് വൈകിട്ട് ഫെയർവെൽ പാർട്ടിക്ക് വരുന്നുണ്ടോ? ഞാനെന്തായാലും വരും. നീ വരില്ലേ? ഞാൻ വരും. ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. എന്നാ ശരി, വേറൊന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട്. ശരി. ജാനു, എന്താടാ? ഒന്നല്ല, നീ പൊക്കോ. ശരി. തനി ലിപ്സ്റ്റിക്കും കൂടെ ഒന്നിടട്ടെ. ഇപ്പൊ ഓക്കെ. എടി, ഒന്നേ ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ കാണാൻ? ഇപ്പൊ മേനായി. കൊള്ളാലോ. എടി നീരു, ഞാൻ ആദ്യമായിട്ട് സാരിയിലൊക്കെ കൊള്ളാമോടി. പിന്നെ അല്ലാതെ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് സാരിയിൽ കാണാൻ. അല്ലേടി എന്നെ? കൊള്ളാം. പിന്നെ നിന്റെ പണ്ടത്തെ ആ ബാല്യകാല സഖിയില്ലേ, നിന്റെ പിന്നാലെ കുറേ നടന്ന്, എന്തായിരുന്നു അവന്റെ പേര്? ചോട്ടു. ചോട്ടു അതന്നെ. അവൻ നിന്നിപ്പോ കണ്ടതിന് നിന്റെ പിന്നാലെ പോവില്ല. ഒന്ന് പോയിടെ അവിടുന്ന്. പിന്നെ പാവം, അതിപ്പോ എവിടെയാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അല്ലേലും മോളെ ജാനു, എന്റെ ബലമായ സംശയം ആ ചെക്കന്റെ ശാപമായിരിക്കും നിനക്ക് ഏതോന്റെ രൂപത്തില് കിട്ടിയത്. മനസ്സിലായില്ല? എടി, അന്ന് അവൻ നിന്റെ പിന്നാലെ കുറെ നടന്നു. ഇന്നീ അവനെ പോലെ വേറൊരുത്തന്റെ പിന്നാലെ നടക്കുന്നു. മനസ്സിലായോ? അന്ന് നിനക്ക് അവന്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റിയില്ല. ഇന്ന് ഇവന് നിന്റെ സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നില്ല. ദുഷ്ടത്തിൽ ഓരോന്ന് പറഞ്ഞ മനുഷ്യന്റെ കോൺഫിഡൻസ് ആയത്. ഞാൻ ചുമ്മാ പറഞ്ഞ പെണ്ണെ, വെറുതെ ഒരു തമാശ. അല്ലേലും ഞാൻ അടക്കം ആലോചിക്കും, ഞാൻ ഒരുത്തനെ കല്യാണം കഴിക്കാം, 4-5 പിള്ളേരെ. ഒരു സുപ്രഭാതത്തിൽ അറിയാണ് എന്റെ കെട്ടിയോൻ നിന്റെ ആ പണ്ടത്തെ ചോട്ട് വന്നു. എന്തായിരിക്കും അല്ലേ? ഞാനത് ആലോചിക്കുക. സൂപ്പർ ആയിരിക്കും. മോളെ എന്നമ്മോ, നീ ഇടയായിട്ട് കുറേ സിനിമ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ട്. അവളുടെ ഒടുക്കത്തൊരു ടെസ്റ്റ്.
നീ ഇപ്പൊ തൽക്കാലം ഇത് ശരിയാക്കാൻ നോക്ക്. ഇവിടെയുള്ള യദുവിന്റെ കാര്യം തന്നെ ശരിയാക്കാൻ പറ്റണില്ല. അതിന്റെ ഇടയിൽ അവിടെ ഒരു ചോട്ടു. അത് ചുമ്മാ ഞാൻ ഈ സീൻ ഒന്ന് കളറാക്കാൻ വേണ്ടി പറഞ്ഞതാ. അത് വിട്ടേക്ക്. മോളെ ജാനു, എനിക്ക് എന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പോയി പോളെ ചടുക്കിയിട്ട് വാ മോളെ. മതി സംസാരിച്ചത്. വാ, നമുക്ക് റെഡിയാവാം. എന്നിട്ട് വേഗം ഇറങ്ങാം. അവിടെ ഇപ്പൊ പാർട്ടി സ്റ്റാർട്ട് ആയിട്ടോ. വാ പോ. ഡാളിയ, എനിക്കൊക്കെ അങ്ങോട്ട് മോർ സോങ് അല്ല വരുന്നേ. ഓ ജാനു, എന്റെ ദൈവമേ, കൊള്ളാലോ കാണാൻ മൂന്നിന്. നീ ഞങ്ങളുടെ കാര്യം വിട്. സാനോൻ എങ്ങനെയുണ്ട് കാണാൻ? അത് പിന്നെ പറയാനുണ്ടോ? നിങ്ങൾ രണ്ടിനേറ്റ് വെച്ച് നോക്കുമ്പോ എന്തുകൊണ്ട് എന്റെ പെണ്ണ് സൂപ്പർ. നിന്റെ പെണ്ണോ? മനസ്സിലായില്ല. അല്ല, ജാനു സൂപ്പറാണ്. എന്നാ നിങ്ങൾ സംസാരിച്ചു ജാനു, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. യദു, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താടി, നീ പറഞ്ഞോ. അയ്യോ, ഇവിടെ നിന്നല്ല, നമുക്കിത് അങ്ങോട്ടെങ്ങാനും മാറിക്കും. ഡി, നീ കുറച്ചു നേരമായാലും സംസാരിക്കാന്ന് പറഞ്ഞു വിളിച്ചു നിർത്തിയിട്ട് എന്താണ് കാര്യം? എടാ, അത് എനിക്കതെങ്ങനെ പറഞ്ഞു തുടങ്ങണ്ടേന്ന്. വളച്ചു കേട്ടില്ലാത്ത കാര്യം പറയടി. ആക്ച്വലി വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു വട്ടത്തിൽ നിന്നോട് പറഞ്ഞിരുന്നു. അന്ന് നീ എടാ, will you be mine? I mean, mine forever. Janu, I'm sorry. I mean, I can't. ജാനു, എനിക്ക് നീ സംസാരിച്ചു തുടങ്ങിയപ്പോ തൊട്ടേ മനസ്സിലായി നീ ഇത് തന്നെ പറയാൻ വരുന്നേന്ന്. എടി, നിന്നെ ഞാൻ പരിചയപ്പെട്ട അന്നോട്ട് ഈ നിമിഷം വരെ മറ്റൊരു കണ്ണി കൂടെ കണ്ടിട്ടില്ല. എനിക്കങ്ങനെ നിന്നെ കാണാനും സങ്കല്പിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഐ ആം സോറി. നീ എന്നെ പ്രപ്പോസ് ചെയ്യുന്ന ആദ്യത്തെ പെണ്ണല്ല. അവരോടില്ലാത്ത ഒരു സെന്റിമെന്റൽ അപ്രോച്ച് എനിക്ക് നിന്നോടുണ്ട്. ബിക്കോസ് ഞാൻ അവരെ റിജക്ട് ചെയ്ത സമയത്ത് അവരവരെ പാട് നോക്കി പോയി. പക്ഷെ നീ നിന്റേതായ ഒരു എഫേർട്ട് ഇപ്പോഴും എടുക്കുന്നു. ഒരു ഹോപ്പും ഇല്ലാതെ ഇപ്പോഴും നിനക്ക് എന്നോട് ആ സ്നേഹമുണ്ട്. ഐ നോ, ബട്ട് എനിക്കത് നിനക്ക് തിരിച്ചു തരാൻ പറ്റില്ല ജാനു. ഇറ്റ്സ് ഓക്കെ. ഞാൻ അങ്ങോട്ട് പോകട്ടെ. ഏതോ അത്രയൊക്കെ പറഞ്ഞെങ്കിലും തിരിച്ചവൾക്കൊന്നും മറുപടി ആയിട്ട് പറയാൻ സാധിച്ചില്ല. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം അവൾ അവിടെ നിന്ന് ആരോടൊന്നും പറയാതെ തിരിച്ചുപോയി. ശരിയാണ്, ചിലപ്പോഴൊക്കെ സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റുന്നല്ല. അത് നമ്മൾക്ക് ഒരാൾ അറിഞ്ഞു തരേണ്ട ഒരു കാര്യമാണ്. ജാനുവില്ല ഇപ്പൊ അങ്ങോട്ട് പോയേ? അവള് നന്നായി കരയുന്നുണ്ടല്ലോ. നീ വന്നേ, നമുക്ക് ചോദിക്കാം. നിക്ക് യദു, എടാ, അവളെ നിനക്ക് അറിഞ്ഞിട്ട് പോണേ? നീ അവളെ വീണ്ടും റിജക്ട് ചെയ്തല്ലേ? എടാ പൊട്ട, നീ എത്ര കൊല്ലം തപസ് ചെയ്താലും ഞങ്ങളുടെ കൊച്ചിനെ പോലെ ഒരു പെണ്ണിനെ കിട്ടൂല. നീ എന്ന് പറഞ്ഞ് നടക്കുക കൊച്ച്. നോക്കിക്കോ, നീ പെണ്ണ് കിട്ടാണ്ട് മുടിഞ്ഞു പോടാ. മുല്ല പിന്നെ വാടി ഇങ്ങോട്ട്. Janu, I'm sorry. I mean, I can't. എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. എടി, നിനക്ക് ഉറപ്പാണോ അവള് ഹോസ്റ്റലിലേക്ക് തന്നെ വന്നിട്ടുണ്ടാവുക? അല്ലാതെ ഈ സമയത്ത് അവളെ എങ്ങോട്ട് പോവാനോ? മണ്ടത്തരം പറയല്ലെന്നേ.
അവളോട് തന്നെ ഉണ്ടാവും. വാ, ഞാൻ പറഞ്ഞില്ലേ ഡോറൊക്കെ ഓപ്പണ. നീ വാ. ഷാനു, അന്നെ അവൻ അവൻ നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. നിന്നെ വേണ്ടോന്ന് പറഞ്ഞു. ഇത്ര എളുപ്പമായിട്ട് അവന് നോ എന്ന 2 വാക്കിൽ അവസാനിപ്പിച്ച്. പക്ഷെ എനിക്ക് അവനെ മറക്കാൻ പറ്റുന്നില്ല. നീരു, നിനക്കറിയുന്നതല്ല എനിക്ക് അവനെ ഇത്ര ഇഷ്ടമാണ്. എനിക്ക് അവനെ അത്ര എളുപ്പത്തിൽ മറക്കാൻ പറ്റും. എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാം. പക്ഷെ എന്നെ വേണ്ടെന്ന് മാത്രം പറയലേന്ന് അവനോടൊന്ന് പറ. ജാനു, ഞാൻ പറയുന്ന കേക്ക്. നീ കരയാതെ സമാധാനിക്ക്. നമുക്ക് അവളോട് സംസാരിക്കാം. നമുക്ക് വഴിയുണ്ടാക്കാം. നീ ഇങ്ങനെ കരയാതെ. എന്ത് സംസാരിക്കാന്നു? നീരു, നിനക്കെന്താ ബോധല്ലേ? അവളും എന്തോ മണ്ടത്തരം വിളിച്ച് പറയാന്ന് വെച്ചിട്ട് ഇനി അവന്റെ പിന്നാലെ പോനോ? അവൻ ആരായിന് മാത്രം? ഡി ജാനു, ഇന്നത്തോടെ അവനെ നീ മറന്നേക്കണം. ഒന്നെങ്കിലും ഞാൻ, അല്ലെങ്കിൽ അവൻ. ഇതിലൊരാള് മതി നിന്റെ ജീവിതത്തില്. നീ എന്തൊക്കെയാ പറയുന്നേ? അന്നേ അല്ലാതെ പിന്നെ ഇത്രയും കാലം അവന്റെ പിന്നാലെ ഉണ്ടാക്കി നടന്നിട്ട് അവൻ ഇവിടെ വേണ്ട. പട്ടീനെ പോലെ എത്ര വട്ടം ആട്ടി വിട്ടു. എന്നിട്ട് അവൾക്ക് മനസ്സിലാവണ്ടോ നോക്കിയേ. അവൾക്ക് മറക്കാൻ പറ്റുന്നില്ല പോലും. എടി, നിന്റെ അതിന് ചത്തോ ഇങ്ങനെ കിടന്ന് കരയാൻ? ഇതേ നോക്ക്, നീ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി നിന്നെ സ്നേഹിക്കുന്ന ആൾക്കാരെ നീ മറക്കരുത്. നീ നിന്റെ അമ്മേനെ കുറിച്ച് ആലോചിക്ക്. നിന്റെ അച്ഛൻ മരിച്ചിട്ടും നിനക്ക് വേണ്ടിയാ അവരൊരു കല്യാണം പോലും കഴിക്കാതെ ഇപ്പോഴും ജീവിച്ചോണ്ടിരിക്കുന്നത്. ഇനി അവരെയും കൂടി വിഷമിച്ച നീ അടങ്ങുന്ന വെച്ചാ അങ്ങനെ ആയിക്കോ. അതല്ല, ഇനി നിനക്ക് അവനെ വേണമെന്നുണ്ടെങ്കിൽ നീ എന്നെ മറന്നേക്ക് ജാനു.